This topic is inheritance. Inheritance is a class that acquire all the properties of another class, that is called inheritance. The idea behind inheritance is that you can create a new class that are built upon an existing class, that is inheritance. And also when you inherit when you create a new class from an existing class, you can reuse the methods and attributes of the superclass. That's one of the advantage of inheritance. നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസിൻ്റെ സിൻടാക്സ്, അതായത് ക്ലാസ് കീവേഡ്, സബ് ക്ലാസ് നെയിം, ദെൻ എക്സ്റ്റെൻസ് കീവേഡ്, സൂപ്പർ ക്ലാസ് നെയിം. ഇതാണ് ഒരു ഇൻഹെറിറ്റൻസ് വഴി ഒരു ബേസ് ക്ലാസ് നിന്ന് ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്യാനുള്ള സിൻടാക്സ്. ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ക്ലാസ് നെയിം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആ ക്ലാസ്സിൽ നിന്ന് ഒരു ബേസ് ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്ന നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഇതാണ്. സിൻടാക്സ് ഇതായിരിക്കും: ക്ലാസ്, സബ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ് കീവേഡ്, ദെൻ സൂപ്പർ ക്ലാസ് നെയിം, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. സിൻടാക്സ് ഫോർ ഡിക്ലെയറിങ് എ സബ് ക്ലാസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ്, സബ് ക്ലാസ്സുകൾ അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിളിൽ ഒരു ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്നൊരു ക്ലാസ്സാണ്. എംപ്ലോയി എന്ന ക്ലാസ്സിൽ ഒരു ഫീൽഡ്, ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണുള്ളത്. സാലറി ഈസ് 10,000. ദെൻ അനദർ ക്ലാസ് പ്രോഗ്രാമർ, PGMR ഒരു ക്ലാസ് ആണ്. എക്സ്റ്റെൻസ് EMP. PGMR is subclass that extends from EMP class. Then double bonus equal to 5,000. Bonus എന്നൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണുള്ളത്. ദിസ് അസൈൻ 5,000. Then main function, another class, then main function programmer P equal to new PGMR P equal to new PGMR. Programmer class in our object P. System dot out and then P dot salary. P dot salary ഇവിടെ P എന്നത് പ്രോഗ്രാമർ ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ആണ്. P dot salary എന്ന് പറയുമ്പോൾ P എന്ന ക്ലാസ് ഒരിക്കലും നമുക്ക് P എന്ന ഈ ക്ലാസ്സിൽ ഒരിക്കലും സാലറി എന്നൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ല, അത് നമുക്കറിയാം. ബട്ട് ഇത് ഇൻഹെറിറ്റഡ് ആയതുകൊണ്ട് ദിസ് PGMR is extend from EMP. So all the attributes and behavior and of EMP class, behavior and instance variable, all the instance variable and methods of EMP acquire this programmer PGMR class. So ഈ PGMR ക്ലാസ്സിൽ ഈ ഒരു സാലറി എന്ന ഈ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് ഈ EMP ക്ലാസ്സിൽ സാലറി ഇൻസ്റ്റൻസ് വേരിയബിൾ, PGMR ക്ലാസ്സിൽ സാലറി ആൻഡ് ബോണസ്, ബിക്കോസ് PGMR is extend from EMP. So P dot salary will print 10,000. P dot bonus will print 5,000. ഇതായിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക. മീനിങ്, ഇൻഹെറിറ്റൻസിൻ്റെ മീനിങ് ഫോർ എക്സാമ്പിൾ ഈസ് എംപ്ലോയി എന്ന ഒരു ക്ലാസ്, PG പ്രോഗ്രാമർ എന്ന അനദർ ക്ലാസ്. PGMR is derived from EMP. So PGMR acquire all the properties of employee. PGMR എംപ്ലോയി ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ മീനിങ്, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ കോഡ് റീയൂസബിലിറ്റിയാണ്. സെയിം എംപ്ലോയീസ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബിഹേവിയറും എല്ലാ ആട്രിബ്യൂട്ടുകളും PGMRന് അക്വയർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതവിടെ റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഈ ഇൻഹെറിറ്റൻസ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നോക്കാം. ഇപ്പോൾ എംപ്ലോയി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ബിഹേവിയറും ആട്രിബ്യൂട്ടുകളെന്നുമാണ് നമ്മൾ ഈ സൂപ്പർ ക്ലാസ്സുകളിൽ ഡിഫൈൻ ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കാം, എംപ്ലോയി എന്നത് സൂപ്പർ ക്ലാസ് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ
എംപ്ലോയി എന്നൊരു സൂപ്പർ ക്ലാസ് എന്ന് പറയും, PGMR എന്നത് സബ് ക്ലാസ് എന്ന് പറയും. അപ്പോൾ എംപ്ലോയി ക്ലാസ് സൂപ്പർ ക്ലാസ് ആണെങ്കിൽ ആ എംപ്ലോയി ക്ലാസ്സിലെ എല്ലാ എംപ്ലോയീസിനും കോമൺ ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ എംപ്ലോയി ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിടുക. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത മറ്റൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിന് എംപ്ലോയീൻ്റെ എല്ലാ ബിഹേവിയറും ആട്രിബ്യൂട്ടും അവൈലബിൾ ആയിരിക്കും. അതിനും കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ബോണസ് ഒരു എക്സ്ട്രാ പ്രോഗ്രാമർ എന്ന ആ ഒരു എംപ്ലോയിക്ക് മാത്രമുള്ള ഒരു എക്സ്ട്രാ ഫീൽഡാണ് ഈ ബോണസ്. അതായത് നമ്മൾ ഇവിടെ പ്രോഗ്രാമർക്ക് മാത്രമാണ് നമ്മൾ ബോണസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ബോണസ് ഇവിടെ ഡിഫൈൻ ചെയ്തു. സാലറി 10,000, ഈ 10,000 തന്നെയാണ് പ്രോഗ്രാമർക്കുള്ളത്. പക്ഷേ പ്രോഗ്രാമറിനൊരു 5,000 അഡീഷണൽ ആയിട്ട് പേയ്മെൻ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ വേറൊരു എംപ്ലോയി, ഒരു അക്കൗണ്ടൻറ്റ്, another accountant is another employee. Accountant is also extend from employee class. So accountant acquire all the properties of employee class. Employee class in എല്ലാ പ്രോപ്പർട്ടീസും അക്കൗണ്ട് ക്ലാസ്സും അക്വയർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അക്കൗണ്ടന്റിലും എംപ്ലോയീസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാണ് ക്ലാസ് അക്കൗണ്ടന്റ് എക്സ്റ്റെൻസ് EMP. ദാറ്റ് മീൻ അക്കൗണ്ടന്റിന് സാലറി എന്ന ഈ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. ഈ അഡീഷണൽ ആയിട്ട് അക്കൗണ്ടന്റിന്റെ ബോണസ് ഒരു 3,000 ആണെങ്കിൽ ആ 3,000 നമുക്ക് ഈ അക്കൗണ്ടന്റ് ക്ലാസ്സിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇൻഹെറിറ്റൻസ് നമ്മൾ ചെയ്യുന്നത് ബേസ് സൂപ്പർ ക്ലാസ്സുകളിൽ കോമൺ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിഫൈൻ ചെയ്തിടുക. അതിൽ നിന്ന് ഡിറൈവ് ചെയ്യണ സബ് ക്ലാസ്സുകളിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് എങ്കിൽ അത് മാത്രം ഡിഫൈൻ ചെയ്തിടുക. അതാണ് നമ്മൾ ഈ ഒരു ഇൻഹെറിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. There are different types of inheritance. First one is single inheritance. Single inheritance contain a single subclass and a single derived superclass. So this is single inheritance. A is a superclass, B is a subclass, B is deriving from A. This is single inheritance. Class A, class B extends A. This single inheritance. Second one, multi-level inheritance. Multi-level inheritance, this is A that B is extend from A, C is extend from C. This is multi-level inheritance. Class A, class B extends A, class C extends B. This is multi-level inheritance. B is inherited from A, C inherited from B. So B acquire all the properties of A, C acquire all the properties of B and A. Third one is hierarchical inheritance. Hierarchical inheritance is A B C. Multiple subclasses derived from a single superclass. That is hierarchical inheritance. Class A, class B extends A, class C extends A. This is hierarchical inheritance. B extends from A, C also extends from A. B and C acquire all the properties of A. Member access and inheritance. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസിൽ മെമ്പർ ആക്സസിബിലിറ്റി, എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, മെമ്പേഴ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു A എന്ന ക്ലാസ് I, J രണ്ട് ഇൻസ്റ്റൻസ് വേരിയബിൾ, ബട്ട് J ഈസ് എ പ്രൈവറ്റ് വേരിയബിൾ.
ജെ എന്നതൊരു പ്രൈവറ്റ് വേരിയബിൾ ആണ്, എ നോർമലായിട്ടുള്ള ഒരു പബ്ലിക് ആയിട്ടുള്ള പബ്ലിക് അല്ലെങ്കിൽ ഡിഫോൾട്ട് കേസ് അത് പബ്ലിക് വേരിയബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു പബ്ലിക് കീ ആണ്, ഇത് പ്രൈവറ്റ് വേരിയബിൾ ആയിരിക്കും. ദെൻ അനദർ മെത്തേഡ് പ്രിന്റ് എന്ന് പറയുന്നത് ഐയും ജെയും പ്രിന്റ് ചെയ്യുകയാണ്. ജസ്റ്റ് പ്രിന്റ് ചെയ്ത ഐ ജെ വേരിയബിൾസ് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രിന്റ്. ദെൻ ക്ലാസ് ബി എക്സ്റ്റെൻഡ്സ് ഫ്രം എ, ബി എന്ന ക്ലാസ് എയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബി എക്സ്റ്റെൻഡ് ഫ്രം എ ഇൻറ്റു കെ, എക്സ്ട്രാ ഒരു വേരിയബിൾ ഉള്ളത് കെ. അപ്പോൾ ബി എക്സ്റ്റെൻഡ് ചെയ്യാതുകൊണ്ട് ഇതിലെ വേരിയബിൾസ് പ്രോപ്പർട്ടീസും ഇത് അക്വയർ ചെയ്യും. ദെൻ അതിലൊരു മെത്തേഡാണ് എസ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അനദർ മെത്തേഡ്. അത് പ്രിന്റ് കെ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇവിടെ നോക്കുക, ഇവിടെ മെമ്പേഴ്സ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഐ പ്രിന്റ് ചെയ്യാൻ കഴിയും. ഐ എന്നതൊരു പബ്ലിക് വേരിയബിൾ ആയതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. കെക്ക് പകരം ഐ പ്രിന്റ് ചെയ്യാം, കെ പ്രിന്റ് ചെയ്യാം. ബട്ട് ജെ ഒരിക്കലും ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയും. ബിക്കോസ് ജെ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് വേരിയബിളാണ്. പ്രൈവറ്റ് വേരിയബിൾസ് ഒരു ക്ലാസ്സിൽ മാത്രമായിരിക്കും അതിൻ്റെ ആക്സസിബിലിറ്റി. സോ മറ്റൊരു ക്ലാസ്സിന് ഈ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഒരിക്കലും ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ ജെ എന്നൊരു വേരിയബിൾ ഇവിടെ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഐ യൂസ് ചെയ്യാം, ബിക്കോസ് ഐ ഈസ് എ പബ്ലിക് ആയി വേരിയബിളാണ്. ഐ യൂസ് ചെയ്യാം, കെ യൂസ് ചെയ്യാം, കെ ഈ ക്ലാസ്സിലുള്ള വേരിയബിളാണ്, കെ യൂസ് ചെയ്യാം. പക്ഷെ ജെ ഒരിക്കലും യൂസ് ചെയ്യരുത്. ജെ എന്നതൊരു പ്രൈവറ്റ് വേരിയബിളാണ്. സോ പ്രൈവറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യാം. ഇങ്ങനെയൊരു കേസ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യരുത്. ഇതിലാണ് നമ്മൾ പറഞ്ഞ ഒരു ആക്സസ് കൺട്രോൾ, പ്രൊട്ടക്റ്റഡ് ആക്സസ് കൺട്രോൾ. നമ്മൾ മൂന്ന് ആക്സസ് കൺട്രോൾസ് ആണ് പറഞ്ഞത്, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഈ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആണെങ്കിൽ, ഈ ജെ ഒരു പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആണെങ്കിൽ, പ്രൊട്ടക്റ്റഡ് വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ ആക്സസിബിലിറ്റി വിത്തിൻ ക്ലാസ് ആൻഡ് ക്ലാസ് ദാറ്റ് ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. ഈ പ്രൊട്ടക്റ്റഡ് വേരിയബിളുള്ള ക്ലാസ്സിലെ ആക്സസ് ചെയ്യാം, ആ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത ക്ലാസ്സുകളിലും ഈ ജെ ആക്സസ് ചെയ്യാം. അതാണ് പ്രൊട്ടക്റ്റഡ് മോഡ് ആക്സസ് കൺട്രോൾ. പ്രൈവറ്റ് ഓൺലി വിത്തിൻ ക്ലാസ് ആയിരിക്കും, പ്രൊട്ടക്റ്റഡ് വിത്തിൻ ക്ലാസ് ആൻഡ് സബ് ക്ലാസ്സസ്, പബ്ലിക് എന്ന് പറയുന്നത് എനി ക്ലാസ്സസ്. അതാണ് ഈ ആക്സസ് കൺട്രോളിൻ്റെ വേരിയബിൾ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്.